എന്താണ് രമേശ് ചെന്നിത്തലയുടെ ഭാവി? ഹരിപ്പാട് എം.എൽ.എ ആയി തുടരാം. മറ്റൊന്നുമില്ല. മറ്റൊന്നുമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സത്യത്തിൽ രമേശ് ചെന്നിത്തലയോട് പറയാനുള്ളത് അദ്ദേഹം കാര്യം ശരിയാണ്. അദ്ദേഹത്തിന് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പം നാളെ ഗൗതവും ഞാനും കൂടി ഇവിടെ തോളൊക്കെ ആയിട്ടിരിക്കുന്നു. ഗൗതം മുഖ്യമന്ത്രിയായിട്ടുണ്ടെങ്കിൽ ഞാൻ ആ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിട്ടിരിക്കാൻ എനിക്ക് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ബുദ്ധിമുട്ടൊക്കെ രാഷ്ട്രീയത്തിൽ നോക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ വീട്ടിൽ ചെന്ന് നന്നായി തേച്ചുരച്ച് കുളിച്ച് കഴുകി കളഞ്ഞിട്ട് രാവിലെ വന്ന് കുഴപ്പമില്ലാത്തൊരു പോർട്ട്ഫോളിയോ എടുത്ത് മന്ത്രിയായിട്ട് എന്ത് ചെയ്യണം, തുടരണമെന്നാണ്. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, രമേശ് ചെന്നിത്തല അടുത്ത 5 കൊല്ലം കൊണ്ട് ചിത്രത്തിലേ ഇല്ലാത്ത ഒരാളായി മാറും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് എത്തിയാൽ കുറച്ച് പേരും കൂടി കൂടെ കാണും. അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആളുകൾ പോലും എന്ത് ചെയ്തിട്ടു, കടുംകൈ ഇട്ടിട്ടു. എന്തെങ്കിലും എടുക്കുവോ? ഏതാ? കടുംകൈ, കടുത്ത നിലപാട്. ഒരു കടുത്ത നിലപാടും എടുക്കാൻ പോകുന്നില്ല. കടുത്ത നിലപാടൊന്നും എടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ ഇപ്പോൾ വിജയിക്കാനും പോകുന്നില്ല. കാരണം കഴിഞ്ഞ തവണ അദ്ദേഹത്തെ ഒരു വാക്ക് പോലും പറയാതെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അദ്ദേഹം കടുത്ത നിലപാടൊന്നും എടുത്തിട്ടില്ല. അതുകൊണ്ട് രമേശ് ചെന്നിത്തല അങ്ങനെ കടുത്ത നിലപാടൊന്നും എടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ കടുത്ത നിലപാട് എടുത്താൽ പോലും അത് കേരളത്തിൽ സക്സസ്ഫുൾ ആക്കുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കെ കരുണാകരൻ വിട്ടുപോയിട്ട് DIC ആയി മാറുകയും പിന്നെ ഏറ്റവും ഒടുവിൽ കെ കരുണാകരൻ തന്നെ വന്ന് മറ്റേ ഡോറുമേ മുട്ടിയിട്ട്, പിന്നെ അന്ന് മറ്റേ ഹേമ കമ്മിറ്റി ഒന്നും വരാത്തതുകൊണ്ട് ഡോറുമേ മുട്ടിയ കേസുണ്ടായില്ല. പക്ഷേ ഡോറുമേ മുട്ടിയിട്ട് എന്ത് ചെയ്തു, പുറത്ത് കുറേ നേരം വെയിറ്റ് ചെയ്യുകയും ചെയ്തിട്ട് ഏതാണ്ട് ഒരു മാസങ്ങളോളം വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തെ മാത്രം ജസ്റ്റ് ഡോറൊന്ന് ചെറുതായിട്ട് തുറന്നിട്ട് താൻ മാത്രം ഇങ്ങോട്ട് കയറിപ്പോരെന്ന് പറയുകയും സ്വന്തം മകനെ പുറത്താക്കി ഡോറടക്കുകയും ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് കെ മുരളീധരനൊക്കെ മറ്റേ അലൂമിനിയം പട്ടേലെന്നും മറ്റേ ഇതുമൊക്കെ വിളിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് മദാമെന്നൊക്കെ വിളിച്ചാണ്. ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകൾ വിട്ടുപോയിട്ട് അന്ന് കോൺഗ്രസിന് വലിയ ഡാമേജ് ഉണ്ടായി. തൃശ്ശൂരൊക്കെ കോൺഗ്രസ് തകർന്നു പോയതിൻ്റെ ഒരു കാര്യം അതാണ്. ഇപ്പോൾ പോലും കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം അതാണ്. സംഘടനാപരമായി വലിയ നഷ്ടങ്ങളുണ്ടായി. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും കോൺഗ്രസിന് ഉണ്ടാക്കാൻ കഴിയില്ല രമേശ് ചെന്നിത്തലയെ കൊണ്ട്. മനസ്സിലായോ? മമതാ ബാനർജിക്ക് കഴിയുമായിരിക്കും, അല്ലെങ്കിൽ മറ്റു പല ആളുകൾക്ക്. ഇപ്പോൾ പുതുച്ചേരിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വേറൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയെ ഭരിക്കുകയാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് കഴിയുമായിരിക്കും. അതുപോലെ ഒന്നും കഴിയുന്ന ഒരാളോ അല്ലെങ്കിൽ അതിനുള്ളൊരു സംഘബലമോ ഒന്നും കൃത്യമായിട്ട് രമേശ് ചെന്നിത്തലയോടൊപ്പം ഇല്ല. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമാണ്. ആ സ്നേഹം കൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹം ഒരിക്കൽ കൂടി ഒന്ന് കുളിച്ച് വിഷമിച്ച് കരഞ്ഞ് അതിനുശേഷം അത് കണ്ണീരൊക്കെ ഷവറിൽ നിന്നിട്ട് ആ താഴെ നിന്ന് കുളിക്കുമ്പോൾ ഏതാ കൂടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരച്ചിലൊന്നും പെട്ടെന്ന് ആരും കാണില്ല. അപ്പോൾ കരഞ്ഞതിന് ശേഷം അദ്ദേഹം നേരെ എന്ത് ചെയ്യുക, തിരിച്ച് ഇത് രാഷ്ട്രീയമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഗദർ ഷർട്ടൊക്കെ വീണ്ടും തേച്ച പുതിയൊരെണ്ണം എടുത്തിട്ടിട്ട് മറ്റേ സങ്കടങ്ങളെല്ലാം കഴുകി കളഞ്ഞു വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് എന്ത് ചെയ്യണം. അല്ല, അദ്ദേഹത്തോട് കാണിച്ചത് ഒരു ചതിയാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ചതിയൊന്നുമല്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ അന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ അദ്ദേഹത്തോട് പറയാതെയാണ് മാറ്റിയത്. ഇത്തവണ അദ്ദേഹത്തോട് അതിനേക്കാൾ മാന്യത കാണിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി തന്നെ അദ്ദേഹത്തോട് നേരിട്ട് വിളിച്ച് പ്ലീസ് എക്സ്ക്യൂസ് മീ, ഇത്തവണ താങ്കളല്ല, ഞങ്ങൾ VD സതീശൻ ആക്കാണെന്ന് അദ്ദേഹത്തോട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മന്ത്രിസഭയിൽ ചേരണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പം മന്ത്രിസഭയിൽ അദ്ദേഹം എന്ത് ചെയ്യുക, ചേരുക. 10-25 പേഴ്സണൽ സ്റ്റാഫുകളൊക്കെ കിട്ടും. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി നോക്കുമ്പോൾ അദ്ദേഹം വലിയ തകർച്ചയിലാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന DK, അദ്ദേഹത്തിൻ്റെ താഴെ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ജനറൽ സെക്രട്ടറിമാരായിരുന്ന DK ശിവകുമാർ ഇന്നവിടെ വലിയ ഹോൾഡറുള്ള മന്ത്രിയാണ് കർണാടകത്തിൽ. അദ്ദേഹം അടുത്തോളം മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന മമതാ ബാനർജി 15 കൊല്ലമായിട്ട് ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരിയാണ്, അദ്ദേഹം ആയിട്ടില്ല. പക്ഷെ രാഷ്ട്രീയം അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ കളികൾക്കിടയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പിഴച്ചു പോയത് എവിടെയായിരിക്കും? രമേശ് ചെന്നിത്തലക്ക് പിഴച്ചു പോയത് അദ്ദേഹം കൂടെ നിർത്താനായിട്ട് കുറച്ചുകൂടി കേപ്പബിൾ ആയിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള ആളുകളെ നോക്കണമായിരുന്നു ഒന്ന്. രണ്ടാമത്തത്, അദ്ദേഹം ഒരു കണക്കുകളുടെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും സ്ട്രാറ്റജികളും ഒക്കെ ബിൽഡ് ചെയ്യുന്നതിൽ വലിയ പരാജയമാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം സംഘടനക്കകത്ത് കുറച്ചുകൂടി ആളുകളെ കൂട്ടാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനൊക്കെ അദ്ദേഹത്തിന് കുറച്ചുകൂടി കഴിയുമായിരുന്നു. സത്യത്തിൽ ഇപ്പം അദ്ദേഹത്തിന് ഇപ്പോൾ ആരുമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല വാഴക്കൻ പോലും അദ്ദേഹത്തിനൊപ്പം കൃത്യമായിട്ട് നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ അറിയേണ്ടത്, ഞാൻ അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് എനിക്കറിയാവുന്നതാണ്, ഞാനിപ്പോൾ അതൊന്നും കൂടെ പറയുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം ഒരുപാട് ആളുകളോട് നന്നായി പെരുമാറുകയും അതുപോലെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ചെറിയ കൊച്ചു കാര്യങ്ങൾക്ക് പിണങ്ങുകയും ആളുകളോട് എന്ത് ചെയ്യുകയും ചെയ്യും, ഈ പറയുന്ന പോലെ വിഷമം കാണിക്കുകയൊക്കെ ചെയ്യും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് രാഷ്ട്രീയമാണ്. ഇവിടെ സ്വാഭാവികമായിട്ടും സീനിയോറിറ്റി അനുസരിച്ച് ഒരാൾ അങ്ങനെ ഹൈറ്റ്സിലേക്ക് എത്തുമെന്ന് നമ്മൾ വിചാരിച്ച് കളയരുത്. മനസ്സിലായോ? ഇപ്പൊ രാഷ്ട്രീയത്തിലും സിനിമയിലൊക്കെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആരെയും എന്ത് ചെയ്യാൻ പറ്റില്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ. ഏത് നിമിഷത്തിലും ആരും വളർന്ന് മോളിൽ എത്താം. അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ഇപ്പൊ വിജയ് തമിഴ്നാട്ടിൽ വന്നില്ല എന്ന് പറഞ്ഞ് സ്റ്റാലിൻ കരഞ്ഞോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമില്ല. അപ്പൊ നമ്മുടെ രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് കോൺഗ്രസ് ഒക്കെ പറഞ്ഞാൽ, കോൺഗ്രസ് ഒക്കെ ഇതിനേക്കാൾ പലതും പ്രതീക്ഷിക്കണം നമ്മൾ. അവിടെ പല വാഗ്ദാനങ്ങളുടെയും വാഗ്ദാന ലംഘനങ്ങളുടെയും ചതിയുടെയും വഞ്ചനകളുടെയും ഒക്കെ എല്ലാ കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. മനസ്സിലായോ? ഇപ്പൊ തന്നെ എത്ര MLA മാര് മുഴുവൻ ഫണ്ടുകൾ ഈ പറയുന്ന പോസ്റ്റർ പ്രിന്റ് ചെയ്തവർക്കും ബാക്കിയുള്ളവർക്കും കൊടുത്തിട്ടുണ്ടാവും, താങ്കൾക്ക് അറിയോ?
കൊടുത്തിട്ടുണ്ടാവില്ല. ഉം. വാഗ്ദാനങ്ങൾ അവർ കൊടുക്കും. പിന്നെ അവർ അധികാരത്തിലെത്തി അവരെ കാണണമെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ 3 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അത്തരത്തിലുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ രമേശ് ചെന്നിത്തലക്ക് അറിയാവുന്നതാണ്. അപ്പം അദ്ദേഹം ഇതുപോലെ തന്നെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം അദ്ദേഹവും അതുപോലെ തന്നെ മറ്റേ ജി കാർത്തികേയനും MI ഷാനവാസും കൂടി തിരുത്തൽവാദി പ്രസ്ഥാനം ഉണ്ടാവുകയും അത്രയും നാൾ ഇവരുടെ എല്ലാ ചെലവുകളും ഏതാണ്ട് എല്ലാം ഇവരെ കാര്യമായി നോക്കിക്കൊണ്ടിരിക്കുന്ന കരുണാകരനെതിരെ പട നയിച്ചതും ആളുമാണ്. അപ്പൊ അത്തരത്തിലുള്ള പല കാര്യവും രാഷ്ട്രീയത്തിൽ ഉണ്ടാവും. ഇത് എന്തായാലും രമേശ് ചെന്നിത്തല മനസ്സിലാക്കണം. ഇത് ആർക്കും അത്ര സുഖിച്ചിട്ടില്ല VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. അതൊരു ശരിയായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് ഭരിക്കാൻ പറ്റുമോ? അല്ല, എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് വെച്ചാൽ VD സതീശന് പോലും അത്ര സൂചിച്ചിട്ടില്ലെന്ന്. കാരണം VD സതീശന് പോലും ഇത് കൊടുത്തേക്കണ പല കണ്ടീഷൻസിന്റെയും പല ബലത്തിന്റെയും അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഞാൻ ഇന്ന് ഈ രണ്ടുപേരുടെയും ബോഡി ലാംഗ്വേജ് വളരെ കൃത്യമായി നോക്കിയത്. ഇന്നലെ തന്നെ ഞാൻ ഗോത്രനോട് തുറന്നു പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രി വരെ ഇതിൽ പ്രമുഖനായിട്ടുള്ള ഒരാളുടെ ക്യാമ്പുമായിട്ട് ഞാൻ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷ മുഴുവൻ തകർന്നടിച്ചത് ഇന്ന് രാവിലെയാണ്. അപ്പോൾ ആ തകർന്നടിയുകയും VD സതീശൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ അതിന്റെ പിന്നിൽ പോലും ഞാൻ വിചാരിക്കുന്ന ഒരു ടേം വ്യവസ്ഥ ഉണ്ടാകാം ഒരുപക്ഷെ എന്നുള്ളതാണ്. ഇനി അതില്ലെങ്കിൽ തന്നെ പോട്ടെ, വലിയൊരു പ്രധാനപ്പെട്ട കാര്യം VD സതീശന് ഫ്രീ ഹാൻഡ് ഔട്ട് കൂടി മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്താണെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. പകരം KC വേണുഗോപാലിന്റെ നിരവധി നോമിനികൾ ഇതിനകത്ത് വളരെ പ്രമുഖമായിട്ടുള്ള പോർട്ട്ഫോളിയോകളിലൂടെ ഉണ്ടാവുകയും അവരെല്ലാം സ്വന്തം സാമ്രാജ്യം പോലെ ഭരിക്കുകയും ചെയ്യും. അല്ലാതെ CPM-ഓ പിണറായി വിജയൻ ഭരിച്ച പോലെ മുഖ്യമന്ത്രി പറയുന്നതായിട്ടെല്ലാം എന്ത് ചെയ്യാൻ പറ്റില്ല, പൊതുഭരണ വകുപ്പിനെ ഏൽപ്പിക്കാനും നിൽക്കൂല. ഇനി മുസ്ലിം ലീഗോ ഘടകകക്ഷികളോ ഒക്കെ സതീശൻ എന്തെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഒരു കാരണവശാലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് ഓരോരുത്തരും ഓരോരുത്തരുടെ സാമ്രാജ്യങ്ങളായിട്ടായിരിക്കും ഭരിക്കുക. അതിലിപ്പോൾ സണ്ണി ജോസഫ് അടക്കം കൃത്യമായിട്ട് മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ വകുപ്പിൽ പോലും മുഖ്യമന്ത്രിക്ക് വലിയ സേയൊന്നും ഉണ്ടാവില്ല. കാരണം അദ്ദേഹം കുറെ കൂടി ജൂനിയറാണ്. അപ്പൊ ഇതെല്ലാം ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നിന്നുകൊണ്ട് മാത്രമേ രാഷ്ട്രീയത്തിൽ ഒരു പ്രവർത്തനം സാധ്യമാകൂ. അതുകൊണ്ട് ഇതിൽ ആർക്കും തന്നെ 100% തൃപ്തിയോടുകൂടി വളരെ കൃത്യം ഇനി സതീശൻ അങ്ങനെ ഇവോൾവ് ചെയ്ത് വരണം, വലിയൊരു ലീഡറായിട്ടും ഗംഭീരനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടും ഒക്കെ ഇവോൾവ് ചെയ്ത് വരണം, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. എനിക്ക് താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യത്തിൽ ഇപ്പോഴും എനിക്ക് രമേശ് ചെന്നിത്തലയോട് മൂന്നാമത്തെ വട്ടവും പറയാനുള്ളത്, താങ്കൾ വന്നിട്ട് ആ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ അപകടത്തിലേക്ക്. ഏത് മന്ത്രിസ്ഥാനം? ഏതെങ്കിലും. ഞാൻ പറഞ്ഞ ഇപ്പൊ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആഭ്യന്തരം അദ്ദേഹം ചോദിച്ചാൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ആഭ്യന്തരമോ ധനമന്ത്രി സ്ഥാനമോ ഏതെങ്കിലും ഒന്ന് അദ്ദേഹത്തിന് കൊടുക്കാൻ തയ്യാറാകും അദ്ദേഹം KC ആയിട്ട് കൂടി ഒരു ഒത്തുതീർപ്പിൽ എത്തിയാൽ. മനസ്സിലായി? ആഭ്യന്തരമോ ധനമന്ത്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനമോ. ഇപ്പൊ അതിൽ എത്ര എണ്ണം KC ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ KC ചോദിച്ചാൽ KC കൊടുക്കേണ്ടി വരും. കാരണം 48, 49 MLA-മാരുടെ പിന്തുണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊടുക്കേണ്ടി വരും. പക്ഷെ ബാക്കി ഇത്തരം മന്ത്രിമാ സ്ഥാനങ്ങൾ ഏതെങ്കിലും കുഴപ്പമില്ലാത്തൊരു പോർട്ട്ഫോളിയോ അദ്ദേഹത്തിന്. ഇപ്പൊ സ്പീക്കർ ആക്കുകയാണെങ്കിൽ സ്പോർട്സും യുവജന കാര്യമൊക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യുക? അല്ല, സ്പീക്കർ ആക്കുകയാണെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രി പോലും സാറിന് വിളിക്കുമല്ലോ. സ്പീക്കറൊക്കെ എടുക്കുന്നതിലും ഭേദം അദ്ദേഹം MLA എടുക്കും. അല്ല, സാറെന്നൊക്കെ അവിടെ നിന്ന് വിളിക്കും. ആ വിളിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അല്ലാതെ സാറെന്ന് ഇപ്പൊ നാളെ പിണറായി വിജയൻ നിന്ന് NM ഷംസീറിനെ സാർ എന്ന് വിളിച്ചുകൊണ്ട് NM ഷംസീർ കോടിത്തരിക്കുമെങ്കിൽ അത്ര ഉള്ളു. അല്ലാതെ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. സാറേന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നാളെ ഇപ്പൊ NM ഷംസീറിന് സീറ്റ് കിട്ടിയില്ലെന്ന് കൃത്യമായിട്ട് അറിയാം. പിന്നെ രണ്ടാമത്തെ ഇപ്പൊ NM ഷംസീർ പിണറായി വിജയൻ വരുമ്പോൾ എഴുന്നേറ്റിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. അതായത് മേയർ ആകുമ്പോൾ ഇപ്പൊ ശ്രീരാമകൃഷ്ണൻ മേയറായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു സുഖമാണ്, പണിയൊന്നും ഉണ്ടാവില്ല. കേൾക്കുമ്പോൾ ചെറിയൊരു കുളിരുണ്ടാവും. പക്ഷെ ആ കുളിര് എന്താന്നുള്ളത് രമേശ് ചെന്നിത്തലക്ക് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത്ര കുളിരുണ്ടാകാൻ സാധ്യത. നമുക്കൊരു കുളിരുണ്ടാവും. രമേശ് ചെന്നിത്തല സ്നേഹിക്കുന്ന വീട്ടുകാർക്കൊക്കെ ഒരു കുളിരുണ്ടാവും. അല്ലാതെ ഇത് കേൾക്കുന്ന ആളുകൾക്കൊന്നും ഒരു കുളിരുണ്ടാകില്ല. പിന്നെ സ്പീക്കർ ആയാൽ വലിയൊരു ഡാമേജ് കൂടെ ഉണ്ട്. നിങ്ങളൊരു പൊതുമണ്ഡലത്തിൽ നിന്ന് അങ്ങോട്ട് അപ്രത്യക്ഷനാവുകയാണ്. ഇപ്പൊ NM ഷംസീറൊക്കെ നേരത്തെ ചാനൽ ചർച്ചകളിലും ബാക്കി പൊതു ഇടങ്ങളിലൊക്കെ നിറഞ്ഞിരുന്ന ഒരാളാണ്. സത്യം പറഞ്ഞാൽ പിന്നെ NM ഷംസീറിനെ എന്ത് ചെയ്യുന്നില്ല, ആളുകൾ ചർച്ച ചെയ്യുന്നില്ല. ആകെ ചർച്ച ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഗണപതി മിത്താണെന്ന് പറഞ്ഞപ്പോഴാണ്. അല്ലാതെ വേറെ പുള്ളി ഒന്നും പറഞ്ഞിട്ട് ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ ആകെ പുസ്തകോത്സവം നടത്താം, ബാക്കിയുള്ളത് നടത്താം. ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ ചെയ്തൊരു ജില്ലാ സെക്രട്ടറിയുടെ പദവിയിൽ പുള്ളിയോട് നിൽക്കുകയാണ്. ഇത്തവണ പുള്ളിക്ക് സീറ്റ് കൊടുക്കാൻ പോലും ആരും ചർച്ച ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ ആ പദവിയൊന്നും പുള്ളി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അല്ലെങ്കിൽ പുള്ളി സ്പീക്കറായിട്ട് വളരെ ഉജ്ജ്വലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഈ പറയുന്ന സ്പീക്കറായി VM സുധീരൻ നിന്നുകൊണ്ട് ഇടക്ക് എന്ത് ചെയ്യണം, K കരുണാകരനെതിരെ പടവെട്ടി പോലെയൊക്കെ ബെറ്റർ. അങ്ങനെയാണെങ്കിൽ ഒരു സാധ്യതയുണ്ട്, എല്ലാ ദിവസവും പത്രങ്ങളിൽ നിറഞ്ഞിരിക്കും. പക്ഷെ അതല്ലെങ്കിൽ പുള്ളി അതിനൊന്നും നിൽക്കണ്ട. ഞാൻ പറയുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ആളുകൾ കൂടെ ഉണ്ടാവില്ല. ആളുകൾ കൂടെ ഉണ്ടാവണമെങ്കിൽ ഒരു മന്ത്രിയാവുക, 10-25 സ്റ്റാഫിനെ കിട്ടും, അവരെയൊക്കെ മേയിക്കുക, ആ 25 പേരുടെ പിന്തുണ ഉണ്ടാവും. പിന്നെ പ്ലസ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കുറേ ആളുകളുടെ പിന്തുണയും ഉണ്ടാവും. കരിമണൽ കടത്തേക്ക് പുള്ളിനെ കാണും, സംസാരിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന വേറെ ആരും എന്ത് ചെയ്യൂല. പിണങ്ങി മാറി നിൽക്കുന്നത് ശരിയായിട്ടുള്ള ഒരു തീരുമാനം. പിണങ്ങി മാറി നിൽക്കണമെങ്കിൽ പാർട്ടിക്കുള്ളിൽ അത്രയും കരുത്തനായിട്ടുള്ള ഒരാൾ പിണങ്ങി മാറിയുന്നത് ശരിയാണ്. ഇപ്പോൾ ഒരു 20 പേരുടെ MLA പിന്തുണയുള്ള MLA ഞാൻ മന്ത്രിസഭയിലേക്കില്ല, പക്ഷെ ഞാൻ നിന്റെ പെർപ്പച്വൽ പെയിൻ ആയിരിക്കും, എന്നാണെങ്കിലും നിങ്ങൾക്ക് വലിയ തലവേദന ആയിരിക്കും എന്ന് പറഞ്ഞ് മാറി നിന്നാൽ
ഹൈക്കമാൻഡിനൊക്കെ വന്ന് കാല് പിടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ഏറ്റെടുക്കണമെന്ന് പറയും. മനസ്സിലായി? ഇപ്പൊ KC മാറിയുന്ന പ്രശ്നമില്ല, കാരണം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്, വലിയ പദവിയാണ്, വലിയ പണം എവിടെ നിന്ന് വേണമെങ്കിലും സ്വരൂപിക്കാൻ കഴിയുന്ന ഒരാളാണ്. മനസ്സിലായി? കേരളമൊന്നും ഒന്നുമല്ല. അദ്ദേഹം വിചാരിച്ച തെലങ്കാനയിൽ നിന്നോ കർണാടകത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, കോടിക്കണക്കിന് രൂപ എന്ത് ചെയ്യാൻ പറ്റും, സമാഹരിക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് നിൽക്കുന്നത് ഒക്കെയാണ്. പക്ഷെ അത്തരത്തിലുള്ള പവറോ അത്തരത്തിലുള്ളൊരു ജനപിന്തുണയോ അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പോ ഒന്നും ഇദ്ദേഹത്തിൻ്റെ ഒപ്പം ഇല്ല. ഞാനിത് പറയണത് കേൾക്കുമ്പോൾ ഇപ്പൊ നാളെ പോലെ അദ്ദേഹം എന്നോട് മിണ്ടാതാവും, ചിലപ്പോൾ സംസാരിക്കാതെ കേൾക്കും. കറക്റ്റാണ്. മനസ്സിലായ? അങ്ങനെയുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ തുറന്നു പറയാ, ഇത് സ്നേഹം കൊണ്ട് പറയുകയാണ്, ഇത് എന്തായി പോവും, വെറും ഹരിപ്പാട് MLA മാത്രമായി പോവും, അല്ലാതെ വലിയ റോളുകളൊന്നും കിട്ടില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പുള്ളിയുടെ സ്വഭാവത്തിനും ശരിയല്ല. അല്ലെങ്കിൽ റോള് കിട്ടും. എങ്ങനെയാണെന്നറിയാമോ? ഇന്ന് രാവിലെ മറ്റന്നാളും അല്ല വൈകുന്നേരം എന്ത് ചെയ്യണം, VD സതീശൻ അതിന്റെ പ്രസ്താവന കൊടുക്കണം ഗവൺമെന്റിനെതിരെ. അങ്ങനെയാണെങ്കിൽ പുള്ളി സ്റ്റാർ ആയിരിക്കും. പത്രങ്ങളെടുത്ത് വലിയ തോതിൽ ആഘോഷിക്കും. അതും സാധ്യമാവില്ല ഈ പാർട്ടി ഇപ്പോ, അത് സാധ്യമാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കിട്ടാവുന്ന ഇപ്പൊ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രി വരെയുള്ള ഒരു കുഴപ്പമില്ല, റവന്യൂ മന്ത്രി വരെയുള്ള പോർട്ട്ഫോളിയോകളിൽ ഘടകകക്ഷികൾക്ക് 5 കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അവരിപ്പോൾ എന്താണ്, വ്യവസായം കിട്ടൂല, പിന്നെ വിദ്യാഭ്യാസം കിട്ടൂല, പിന്നെ കനപ്പെട്ട വകുപ്പുകളൊക്കെ മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വരും. P. ജോസഫിന് ഒരു വകുപ്പും അതുപോലെ തന്നെ ഒരു മറ്റേതും കൊടുക്കേണ്ടി വരും. പിന്നെ മറ്റേ V. അബ്ദുറഹ്മാനൊക്കെ കൊടുത്ത പോലെ തുറമുഖമോ മറ്റേ ഇതോ എന്തൊക്കെ പറയുന്ന ചില വകുപ്പുകൾ, ചെറിയ വകുപ്പ്, തുറമുഖമല്ല ഞാൻ പറഞ്ഞ സ്പോർട്സ് അതുപോലെയുള്ള വകുപ്പുകൾ കൊടുക്കും. പട്ടിക വകുപ്പൊക്കെ കൊടുക്കേണ്ടി വരും. അത് അനിൽകുമാറിന് കൊടുക്കും. ഇതൊന്നും അല്ലാത്ത, ഞാൻ പറയുന്നത് ധനകാര്യമോ അല്ലെങ്കിൽ റവന്യൂവോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ റവന്യൂ അല്ലെങ്കിൽ ആഭ്യന്തരമോ ഒക്കെ പുള്ളി ചോദിച്ചാൽ ചിലപ്പോൾ ഒന്ന് ഇത് ഈ നേരത്തെ പറഞ്ഞ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാനും NSSന്റെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ ഒരു നായർ വിഭാഗത്തിന്റെ പ്രതിനിധി, ഹിന്ദു പ്രതിനിധി കൂടി ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത പുള്ളി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, ഏറ്റെടുക്കണം. ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യണം, കരച്ചിലും സങ്കടമൊക്കെ വരും, അത് കുഴപ്പമില്ല. ഇനിയും പക്ഷെ സമയമുണ്ടെന്ന് വിചാരിച്ച് എന്ത് ചെയ്യണം, ഫൈറ്റ് ചെയ്യണം, തുടരണം.